പ്രധാനമന്ത്രി ഗ്രാമീണ സഡക്ക് യോജന പദ്ധതിയിൽ 7,16,00,000 രൂപ ചെലവാക്കിയുള്ള ഊരാളുങ്കൽ സൊസൈറ്റിയുടെ റോഡ് നിർമ്മാണത്തിൽ അപാകതയെന്ന് പരാതി. പാലക്കാട് കടമ്പഴിപ്പുറം വായില്യംകുന്ന് മണ്ടഴി റോഡ് നിർമ്മാണത്തിലാണ് അപാകതയുണ്ടെന്ന പരാതിയുമായി BJP രംഗത്തെത്തിയിരിക്കുന്നത്. കടമ്പഴിപ്പുറം വായില്യംകുന്ന് മണ്ടഴി റോഡിൽ 6.5 കിലോമീറ്റർ ദൂരമാണ് പ്രധാനമന്ത്രി ഗ്രാമീണ സഡക്ക് യോജന പദ്ധതിയിൽ 7,16,00,000 രൂപ ചിലവാക്കി നിർമ്മിക്കുന്നത്. എന്നാൽ പണി പൂർത്തീകരണത്തിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് വേനൽ മഴയിൽ മണ്ടഴി ഇല്ലിപ്പുറം തോടിൽ പാടത്തിന് കുറുകെയുള്ള പാലം റോഡിന്റെ പാർശ്വഭിത്തി ഇടിഞ്ഞത്. ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. നിർമ്മാണത്തിൽ വലിയ രീതിയിലുള്ള അപാകത ഉള്ളതിനാലാണ് ചെറിയ മഴ പെയ്തപ്പോൾ തന്നെ പാർശ്വഭിത്തി ഇടിഞ്ഞതെന്ന് BJP ആരോപിച്ചു. തോടാണ് ഈ താഴെയുള്ളത്. ആ തോട്ടിലേക്ക് ഇറങ്ങാനുള്ള ഒരു വഴി പോലും ഇതിന്റെ ഭാഗമായിട്ട് ഇട്ടിട്ടില്ല. അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു 3 കല്ല് ഇങ്ങനെ വെക്കാന്നല്ലാതെ ഇത്രയും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് നടത്തുന്ന ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ട് വേണ്ട രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ പോലും ചെയ്യാൻ തയ്യാറാവാതെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഊരാളുങ്കൽ സൊസൈറ്റിയാണ് ഈ നിർമ്മാണം ഏറ്റെടുത്തിട്ടുള്ളത്. പിണറായി വിജയൻ സർക്കാർ അല്ലെങ്കിൽ കേരളത്തിലെ ഇപ്പോഴത്തെ സർക്കാർ വന്നതിന് ശേഷം എല്ലാ പദ്ധതികളും കൂടുതൽ എടുക്കുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിയാണ്. അവർ നടത്തുന്ന എല്ലാ നിർമ്മാണ പ്രവർത്തനത്തിലും വ്യാപകമായിട്ടുള്ള ക്രമക്കേടും അഴിമതിയും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അവർ നടത്തുന്ന റോഡുകൾ പൊളിഞ്ഞിട്ടുള്ളതും പാലങ്ങൾ പൊളിഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതിനു മുമ്പും ധാരാളം ഉണ്ടായിട്ടുണ്ട്. 15 മിനിറ്റോളം മാത്രം പെയ്ത മഴയിൽ ഇതാണ് റോഡിന്റെ അവസ്ഥയെങ്കിൽ മഴക്കാലം എത്തിയാൽ സ്ഥിതി എന്തായിരിക്കുമെന്നും നേതാക്കൾ ചോദിച്ചു. പ്രധാനമായിട്ട് ഇത് 10 അടി ഉയരത്തോളം വരുന്ന സമയത്ത് ഇതിൻ്റെ സൈഡ് ഒരു സ്ലോപ്പ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ സൈഡ് കെട്ടാൻ. അങ്ങനെ സ്ലോപ്പ് ചെയ്യാതെ പല ഭാഗത്തും ബൾജ് ചെയ്തിട്ടാണ് ഇതിൻ്റെ പടവ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ നാട്ടുമ്പുറമാണ്, ധാരാളം ആളുകൾ കുളിക്കാൻ ഈ തോട് ഉപയോഗിക്കുന്നതാണ്. അതിലേക്ക് ഇറങ്ങാനുള്ള ഒരു വഴി വേണ്ട രീതിയിൽ വെച്ചിട്ടില്ല. കെട്ടിയ വഴി തന്നെ ആകെ ഒരാൾക്ക് കഷ്ടി ഇറങ്ങാവുന്ന വഴി, അവിടെ നിന്ന് കുളിക്കാനോ തിരുമ്പാനോ പറ്റാത്ത ഒരവസ്ഥയുള്ള ഒരു സാഹചര്യം കൂടി അവിടെയുണ്ട്. 10 അടി ഉയരത്തിലാണ് പാർശ്വഭിത്തി നിർമ്മിച്ചിട്ടുള്ളത്. സൈഡ് സ്ലോപ്പ് ചെയ്ത് നിർമ്മിക്കേണ്ട ഭിത്തി സ്ലോപ്പ് ചെയ്യാതെയാണ് നിർമ്മിച്ചതെന്നും നിർമ്മാണം കൃത്യതയോടെ പൂർത്തിയാക്കിയില്ലെങ്കിൽ BJP സമരവുമായി മുന്നിട്ടിറങ്ങുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. ജനം, പാലക്കാട്.